തുടക്കക്കാരായ ആളുകളും സ്ഥിരമായിട്ട് ഷോർട്സ് ചെയ്യുന്ന ആളുകളും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ വീഡിയോ പലപ്പോഴും 1500-2000 വ്യൂസ് ആകുന്ന സമയത്ത് സ്റ്റക്കാവും. പിന്നെ ചില വീഡിയോസ് ചില ആൾക്കാർക്ക് സംഭവിക്കുന്നത് അത് കുറഞ്ഞ് പിന്നീട് ഇടുന്ന സമയത്ത് 300, 400, 500 ഒക്കെ ആയിട്ട് മാറുന്ന രീതിയിലൊരു സംഭവം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? ഇല്ലല്ലോ. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. നമുക്ക് കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്, അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണല്ലേ എൻ്റെ ചാനലിൽ സംഭവിച്ചത്. അപ്പോൾ അത് നിങ്ങൾ ഫിക്സ് ആയി കഴിഞ്ഞാൽ ഷോർട്സിൽ തന്നെ നിങ്ങൾക്ക് സക്സസ് ആയി മോണിറ്റൈസേഷൻ നേടിയെടുക്കാൻ പറ്റും. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞിട്ട് ഒരു 1 lakh വ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര പൈസ നമുക്ക് ഷോർട്സിലൂടെ കിട്ടുമെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ ഒരു ഷോർട്സിന് കിട്ടുന്ന റവന്യൂ കാണിച്ചു. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷോർട്സിൻ്റെ ഈ ഒരു സീക്രട്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും യൂട്യൂബ് ഡാറ്റ തരുന്നുണ്ട്, നമ്മൾ ആ ഡാറ്റ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡാറ്റ, അല്ലെങ്കിൽ യൂട്യൂബ് ഓരോ ഷോർട്സിലും നമുക്ക് തരുന്ന ഡാറ്റ എവിടെയാണ് ഉണ്ടാവുക, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിൽ കിടക്കുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. നമ്മളൊരു ഷോർട്ട് പോസ്റ്റ് ചെയ്യുന്നു, അതായത് ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് നമ്മൾ ആദ്യം നോക്കണം. അതായത് നമ്മളൊരു വീഡിയോ ഷോർട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നേരെ യൂട്യൂബിൽ അപ്ലോഡ് ആയ ശേഷം അത് യൂട്യൂബ് നേരെ അതൊരു ടെസ്റ്റ് യൂസേഴ്സിൻ്റെ അടുത്തേക്ക്, അങ്ങനെ നമുക്ക് പറയാം, ഒരു ടെസ്റ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് എന്ത് ചെയ്യും, ഒരു 1000-1500 ആളുകളിലേക്ക് അത് ഡയറക്റ്റ് സെൻഡ് ചെയ്യും. അപ്പോൾ അവരുടെയൊക്കെ ഹോം പേജിലും അതുപോലെ പിന്നെ ഷോർട്ട് ഫീഡിലൊക്കെ ഇത് കാണിക്കും. അപ്പോൾ അങ്ങനെ കാണിക്കപ്പെടുന്ന ഷോർട്സ് നമ്മളുടെ ഷോർട്സ് ആയിരിക്കാം. ആ ഷോർട്സ് എന്ത് ചെയ്യും, ആളുകൾ കാണും, ചില ആളുകൾ കാണൂല. അപ്പോൾ അത് രണ്ടും സംഭവിക്കില്ല, കാണുകയും ചെയ്യാം കാണാതിരിക്കുകയും ചെയ്യാം. പക്ഷെ കാണുന്ന ആളുകൾ തന്നെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ആ കാണുന്ന ആളുകൾ എത്ര സമയം കണ്ടു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവർ ജസ്റ്റ് കണ്ടിട്ട് പോയോ അതോ അത് കൂടുതൽ സമയം കണ്ടു എന്നുള്ളത്. ഇതാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ലോങ് വീഡിയോയിൽ ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. ഷോർട്സിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് അതുമായിട്ട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്ലോഡ് ചെയ്ത ശേഷം നേരെ പോയിട്ട് ആളുകളുടെ ഫീഡിൽ കാണിക്കും, ആളുകൾ അത് കാണണോ വേണ്ടിയോ തീരുമാനിക്കും, പിന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് വരും. അപ്പോൾ ഈ 1500-ൻ്റെ കഥ ഇതാണ്. 1500 അല്ലെങ്കിൽ 2000 വരെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 2 രീതി നമ്മൾ പറഞ്ഞു. ആളുകൾ ജസ്റ്റ് കണ്ടു, പിന്നെ അത് ക്ലിക്ക് ചെയ്ത് കണ്ടു, പിന്നെ എന്ത് സംഭവിച്ചു, എൻഗേജ്ഡ് ആയി, അതായത് കുറച്ചുകൂടി സമയം കണ്ടു. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത് കാണുന്നത്. അപ്പോൾ എല്ലാ ആളുകളുടെയും ഫീഡിലേക്കും പോയ സമയത്ത് അവർ ജസ്റ്റ് കാണുമല്ലോ. ഇതാണ് നമ്മൾ ടോട്ടൽ വ്യൂസ് ആയിട്ട് കാണിക്കുന്നത്. ആ ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് ആളുകൾ ജസ്റ്റ് അവരുടെ ഹോം പേജിലേക്ക് ഇത് സെൻഡ് ചെയ്തു, അല്ലെങ്കിൽ 1500-2000 പേരിലേക്ക് സെൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ആ കൗണ്ട്. ഈ കൗണ്ട് കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് ഷോർട്സിന് എനിക്ക് നല്ല വ്യൂസ് ഉണ്ട്, ലോങ്ങിന് എനിക്ക് വ്യൂസ് കുറവാണ് എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത്, ആളുകൾ ഇത് കാണും, നമ്മുടെ വീഡിയോ കണ്ടിട്ട് അത് പൂർണ്ണമായിട്ടും കാണണോ വേണ്ടി ഒന്ന് തീരുമാനിക്കുന്നത് നമ്മൾ വീഡിയോ ക്വാളിറ്റി പോലെ ഇരിക്കും, നമ്മൾ വീഡിയോയിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും. അതിലേക്ക് വരാം. അപ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്തു, വീഡിയോ കണ്ടു, ജസ്റ്റ് അവർ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നതാണ് സ്വൈപ്പ്ഡ് വ്യൂസും. കൂടുതൽ ആളുകൾ കണ്ടിരിക്കുന്നതാണ് എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്നത്. ഈ 2നെ ബേസ് ചെയ്തിട്ടാണ് ഈ മൊത്തത്തിലുള്ള ഡാറ്റ കിടക്കുന്നത്. അപ്പോൾ സ്വൈപ്പ്ഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യത്തെ 5-10 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ വീഡിയോനോടുള്ള താല്പര്യം പോയി, ഇനി അത് കാണുന്ന അവർക്ക് തോന്നിയില്ല, അവർ സ്വൈപ്പ് ചെയ്ത് പോയി. ചില ആളുകൾ എൻഗേജ് ചെയ്തിട്ട് കണ്ടു. ഇതാണ് നമുക്ക് അനലറ്റിക്സിൽ കാണുന്ന ഡാറ്റ. അത് എവിടെയാണ് കാണാൻ പറ്റുക എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം. YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഷോർട്സ് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഷോർട്സ് ഡയറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്സ് എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുള്ളത് 1 lakh ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് തന്നെ എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ആക്കി. ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണിക്കുക. ഇതിൽ വീഡിയോ പെർഫോമൻസിൽ ക്ലിക്ക് ചെയ്യാം. വീഡിയോ പെർഫോമൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓഡിയൻസ് റിട്ടൻഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾ ഈ എൻഗേജ്മെൻറ്റ്സ് എടുക്കാം. ഇതിൽ എൻഗേജ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മുകളിൽ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്നത് 65,800 യുണീക്ക് പറയുന്നുണ്ട്. വാച്ച് ടൈം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻഗേജ്ഡ് വ്യൂസ് എത്രയാണ് പറഞ്ഞിട്ടുണ്ട്. ഈ എൻഗേജ്ഡ് വ്യൂസാണ് യഥാർത്ഥത്തിൽ യൂട്യൂബ് പിന്നെ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ വ്യൂ കൗണ്ടായിട്ടും റവന്യൂവിനൊക്കെ കൺസിഡർ ചെയ്യുന്നത് ഈ 65,000. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 1 lakh വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയാണ് എൻഗേജ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇത് കണ്ടോ, സ്റ്റേ വാച്ച്ഡ് 93% ആളുകളും ഈ വീഡിയോ കണ്ടിട്ടുണ്ട്, അതായത് എൻഗേജ് ആയിട്ടുണ്ട്.
7% ആളുകളാണ് സ്വൈപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ആ കൗണ്ട് അവിടെ കാണിക്കുക. ഇതിപ്പോൾ ചില ആളുകൾക്ക് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ചിലപ്പോൾ ഒരു 20% സ്റ്റേ വാച്ച്ഡ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സ്വൈപ്പ്ഡ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് ഇത്രയും 1 ലക്ഷം ആളുകളിലേക്ക് എത്തിയിട്ടും അത്ര ആളുകൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ എന്നുള്ളതിന് കണക്കാണ് ഈ വരുന്നത്. എൻ്റെ തന്നെ ചില വീഡിയോസ് ഇത് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കുറയുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറയുന്നത് ഷോർട്സിൻ്റെ കേസിൽ. അപ്പോൾ ഇതെപ്പോഴും നോക്കണം. കാരണം ഇത് മാത്രമേ റവന്യൂവിൽ കണക്ക് കൂട്ടുള്ളൂ. അതായത് നമുക്ക് പൈസ കിട്ടുന്നതിൽ യൂട്യൂബിൽ പൈസ കിട്ടണമല്ലോ. അപ്പോൾ റവന്യൂവിൽ കൺസിഡർ ചെയ്യുന്നത് ഈ കൗണ്ട് മാത്രമാണ്. മൊത്തത്തിലുള്ള കൗണ്ട് എല്ലാവരും വെറുതെ കണ്ടിട്ട് പോയതൊന്നും യൂട്യൂബ് കണക്കാക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും ഒരു വീഡിയോ കൂടെ നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഇവിടെ 32 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 32K വന്നത് എടുത്തു. നമുക്ക് നോക്കാം എത്രയാണ് കറക്റ്റ് എൻഗേജ് വ്യൂസ് നോക്കാം. ഇതിൽ വീഡിയോ പെർഫോമൻസ് എടുത്തു, ഇതിൽ എൻഗേജ്മെൻറ്റ്സ് എടുത്തു. ഇതിൽ എൻഗേജ്ഡ് വ്യൂസ് കണ്ടോ 14.1 മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഹൗ വ്യൂവേഴ്സ് എൻഗേജ്ഡ് 66.9, സ്വൈപ്പ്ഡ് 33. ഇവിടെ നമ്മൾ പേഴ്സൻറ്റേജ് മാറി, നേരത്തേക്കാൾ പേഴ്സൻറ്റേജ് മാറി. പക്ഷേ എൻ്റെ ഈ വീഡിയോസിന് ഒന്നിനും എനിക്ക് കൺട്രോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ റീമിക്സ് ചെയ്ത വീഡിയോസാണ്. അതിൽ ഹൂക്കും കാര്യങ്ങളൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റീമിക്സ് ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോകുന്നതാണ്. അതാണ് ഈ വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഷോർട്സ് മാത്രം ചെയ്യുന്ന ആളുകൾക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റീമിക്സ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ട് തെറ്റിദ്ധരിച്ചാണ് പലരും ഷോർട്സ് മാത്രം ചെയ്യുന്നത്. ചിലർ വിചാരിക്കും ഇപ്പോൾ 12,000 വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും വ്യൂസ് കിട്ടിയെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് നിങ്ങൾ ഷോർട്സിലേക്ക് തന്നെ പോകുന്നത്. 12,000 വ്യൂസ് നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് കിട്ടിയ 12,000 വ്യൂസിൽ ഇതിൽ നോക്കാം എത്ര എൻഗേജ്ഡ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇത് നോക്കാതെ നിങ്ങൾ ഷോർട്സ് മാത്രം ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ചെയ്തു പോയാൽ നിങ്ങൾ എവിടെ എത്തൂല. അതാണ് പറയുന്നത്. ഇപ്പോൾ ഇതിന് 12,000 വ്യൂസാണ്. എൻഗേജ്ഡ് വ്യൂസ് 5,400 മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര കുറവാന്ന് നോക്ക്. 65.5% ആൾക്കാർ കണ്ടു, 34% ആളുകൾ സ്വൈപ്പ് ചെയ്ത് വിട്ടു. അപ്പോൾ ഈ സ്വൈപ്പിനെ നമുക്ക് കുറക്കണം. അതാണ് പറഞ്ഞത്. നമ്മളൊരു 30 സെക്കൻഡോ പിന്നെ 40 സെക്കൻഡോ മാത്രം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടും. പക്ഷേ അത് കൂടിയിട്ട് അങ്ങനെ കാര്യമില്ല. കാരണം നമുക്കത് കറക്റ്റ് നമ്മളൊരു ഓഡിയൻസ് ബിൽഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിക് ഇഷ്ടപ്പെട്ട് വരണ്ടേ. അപ്പോൾ അതിന് ഹൂക്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ എത്ര 1 ലക്ഷത്തിന് കിട്ടുകയെന്ന് പറഞ്ഞില്ല. അപ്പോൾ 1 ലക്ഷത്തിന് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ 1 ലക്ഷമാണ്. പക്ഷേ അകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ എൻഗേജ്ഡ് വ്യൂസാണ് കാണിക്കുക. ഓക്കെ, എൻഗേജ്ഡ് വ്യൂസ് 65,000, അതായത് 65,000 എന്ന് വിചാരിക്കാം. ഇതിൻ്റെ റവന്യൂ നമുക്ക് നോക്കാം എത്ര വരും എന്നുള്ളത്. റവന്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും എത്ര വന്നിട്ടുണ്ട്. $1.32, അതായത് 65,000 വ്യൂസ് വന്നിട്ട് എനിക്ക് കിട്ടിയത് ഇതാണ്. ഇനി നമുക്ക് കിട്ടാവുന്നത് 1 ലക്ഷം വന്ന് കിട്ടാവുന്നത് $0.02 അതായത് ഒരു $2 കിട്ടുക. ഇതേ സമയത്ത് ഒരു ലോങ് വീഡിയോ ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ $50 മുതൽ $60 വരെ കിട്ടും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതേ വീഡിയോൻ്റെ ലോങ് വീഡിയോക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവും. ഒരു $60 അല്ലെങ്കിലും ഒരു 20-30 കിട്ടിയിട്ടുണ്ടാവും. അതും ചെറിയ 10,000 വ്യൂസിനൊക്കെ കിട്ടും. എനിക്ക് കുറച്ച് RPM അധികം കിട്ടാറുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസ്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് റീച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ്സിൽ നോക്കിയിട്ട് സ്വൈപ്പഡ് ആണ് കൂടുതലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീഡിയോയുടെ ഹൂക്കും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് പിന്നെ നല്ല വീഡിയോസ് ആക്കിയിട്ട് ആളുകളിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഷോർട്സുകൾ ചെയ്തിട്ടാൽ നിങ്ങൾ സക്സസ് ആവും. സിമ്പിളായിട്ട് 1 ലാക്ക് 2 ലാക്കൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഷോർട്സ് ഇട്ട് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുക, അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. ഇനി ഇതുപോലെ വ്യൂസ് എൻഗേജ്ഡ് വ്യൂസ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് കൂടുതലും 70% സ്വൈപ്പിടും, ബാക്കി എൻഗേജ്ഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്യുന്ന കുറവായിരിക്കും. ഒരു 50% മുകളിൽ എൻഗേജ്ഡ് വ്യൂസ് വന്നാലാണ് കൂടുതൽ വ്യൂസ് കിട്ടുക. അപ്പം ഈ പറഞ്ഞ 50%-ൻ്റെയും താഴെ എൻഗേജ്ഡ് വ്യൂസ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അതിന് കൂടുതൽ ആളുകളിലേക്ക് പിന്നെ എത്തിക്കില്ല. ഷോർട്സ് ചെയ്യുന്ന ആളുകൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ചാനലിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്വൈപ്പഡ് ആണ് കൂടുതൽ വരുന്നെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. വീഡിയോയുടെ ലെങ്ത്ത് കുറക്കാന്ന് വെച്ചാൽ ഒരു 50 സെക്കൻഡ് ഉള്ളത് ഒരു 30 സെക്കൻഡ് ഒക്കെ ആക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ സ്വൈപ്പഡിന് ടൈം കുറയും, സ്വൈപ്പ് ചെയ്യേണ്ട സമയം കിട്ടില്ല. അപ്പോഴേക്ക് നമ്മുടെ കുറച്ച് വീഡിയോസ് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും.
ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിനെ ഹൂക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഹൂക്ക് കൃത്യമായിട്ട് വീഡിയോ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ വീഡിയോ എന്താണെന്നും ആളുകളെ പിടിച്ചിരുത്താനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഹൂക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ബാക്കി കണ്ടോളും. അപ്പോൾ ഷോർട്സ് ചെയ്യാൻ അത്ര ഈസി ഒന്നുമല്ല. ലോങ് എല്ലാവരും വിചാരിക്കും ചെറിയ സമയമേ ഷോർട്സ്, അതുകൊണ്ട് ഷോർട്സ് വേഗം അങ്ങ് ചെയ്തൊക്കെയെന്ന് വിചാരിക്കും. പക്ഷെ അത് നേരെ ഓപ്പോസിറ്റാണ്. ഷോർട്സ് ചെയ്യാൻ ഏറ്റവും പണി. നല്ല രീതിയിൽ ഷോർട്സ് ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുത്തിട്ട് ഷോർട്സ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഷോർട്സിലാണ് കുറേ ലക്ഷങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് റവന്യൂ കുറച്ച് കുറഞ്ഞത്. ലോങ് വീഡിയോ ആണെങ്കിൽ റവന്യൂ കൂടുതലായിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കണ്ട.